ഇന്ന് നമ്മൾ അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ് തയ്യാറാക്കുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു സ്നാക്കാണ്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം ഒരു പാൻ വെച്ച് പാൻ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു നെയ്ക്ക് പകരം ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്താലും മതി. ഇതിലേക്ക് ചേർക്കുന്നത് 1 ടീസ്പൂൺ വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞെടുത്തതാണ്. 1 ടീസ്പൂൺ നല്ല ജീരകം, ഇതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു കറിവേപ്പില നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ചേർക്കേണ്ടത് ചില്ലി ഫ്ലേക്സ് ആണ്. 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ആണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് പകരം വേണമെങ്കിൽ ഒരു 3 പച്ചമുളക് വളരെ ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ ഇത്രയും ചേർത്ത് ഈ ഒരു നെയ്യിൽ നമുക്കിത് ഒന്ന് വഴറ്റിയെടുക്കാം. ചെറിയൊരു തീയിൽ വെച്ചിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ചൂടുള്ള വെള്ളം ഉണ്ടെങ്കിൽ ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ നോർമൽ വാട്ടർ ഒഴിച്ചാലും മതി. എന്നിട്ട് ഈ ഒരു വെള്ളം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഈ ഒരു മഞ്ഞൾപ്പൊടിയും അതേപോലെ കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ വെള്ളം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. 1 കപ്പ് അരിപ്പൊടിയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. ഞാനിവിടെ 1 കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് പത്തിരിപ്പൊടി ഉണ്ടെങ്കിൽ പത്തിരിപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാം. ഇനി ഒരു അരിപ്പൊടി വെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ ഒരു അരിപ്പൊടി ഒരു മഞ്ഞ കളറായി വരുന്നത് വരെ ഒരു ചെറിയ തീയിലിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ അരിപ്പൊടി നല്ല മഞ്ഞ കളറായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഞാനിവിടെ വെള്ളത്തിൽ നന്നായിട്ട് അരിപ്പൊടി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അടുത്തതായി ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉരുളക്കിഴങ്ങും 2 ചെറിയ ഉരുളക്കിഴങ്ങാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളടുത്ത് ചെറിയ ഉരുളക്കിഴങ്ങാണെന്നുണ്ടെങ്കിൽ 4 ഉരുളക്കിഴങ്ങ് എടുക്കാം. എന്നിട്ട് നന്നായി വേവിച്ചെടുക്കുക. ഈ ഒരു വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് നമുക്ക് നന്നായി ഉടച്ചെടുക്കണം. എന്തെങ്കിലും വെച്ച് നന്നായിട്ടൊന്ന് ഒട്ടും തന്നെ കട്ടയിലാണ്ട് ഉടച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഉരുളക്കിഴങ്ങ് നന്നായി ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച അരി നമുക്കിതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു അരിപ്പൊടിയും ഉരുളക്കിഴങ്ങും നന്നായിട്ട് കൈകൊണ്ട് കുഴച്ച് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുക. ഈ ഒരു നെയ്യ് കൂടി ചേർത്ത് വീണ്ടും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. നെയ്യ് ചേർത്ത് വീണ്ടും നന്നായി കുഴച്ചതിന് ശേഷം നമുക്കിതിനെ 4 ബോൾസ് ആക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ 4 വലിയ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒന്നെടുത്തിട്ട് പരത്തുന്ന പലകയിലോ അല്ലെങ്കിൽ കൗണ്ടർ ടോപ്പിലോ വെച്ചിട്ട് ഒന്ന് ഇതുപോലെ കൈകൊണ്ട് നന്നായിട്ട് റോൾ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമുക്കിതിനെ കത്തി വെച്ച് ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇങ്ങനെ മുഴുവൻ മാവും നമുക്ക് റോൾ ചെയ്ത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ മുഴുവനും ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് പാൻ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് എണ്ണ നന്നായി തിളപ്പിച്ചെടുക്കുക. എണ്ണ നന്നായി തിളച്ച് വരുമ്പം തീയൊന്ന് കുറച്ച് വെക്കുക. അതിനുശേഷം നമുക്ക് ഇത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് സമയം എടുത്തിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കണം. ഇത് നന്നായിട്ട് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ക്രിസ്പി ആയിട്ട് വരും, എന്നാൽ ഉൾഭാഗം കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം ടൈം എടുത്ത് കളറിലൊന്ന് മാറി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഞാൻ ഒരുപാട് കളർ മാറാൻ വെക്കുന്നില്ല. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ ഇതുപോലെ നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയാണ്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഏതെങ്കിലും ഒരു ചട്നിയുടെ കൂടെയോ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ കൂടെയോ എല്ലാം കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടമാകുന്ന ഒരു സ്നാക്കാണ്. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം.